നമ്മോടൊപ്പം ശില്പിയായ മഹേഷ് പണിക്കർ നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുകയാണ്. ശ്രീ മഹേഷ് പണിക്കർ, ഇതിൽ SITയുടെ കണ്ടെത്തലുകൾ പലതും താങ്കൾ ഇപ്പോൾ തന്നെ അറിഞ്ഞു കാണും. ഇതിൽ പോറ്റിക്ക് നൽകിയ അനുമതികൾ അതെല്ലാം തന്നെ ദുരൂഹമായിരുന്നു. ഇത്രയധികം വർഷത്തെ ബന്ധമാണ്. അവിടെ ഇയാൾ പല തട്ടിപ്പുകളും നടത്തുന്നതെല്ലാം തന്നെ തന്ത്രി അറിഞ്ഞിരുന്നു എന്നാണ് ഇപ്പോൾ SIT ചൂണ്ടിക്കാണിക്കുന്നത്. അതിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഇതിൽ? അതെ, തീർച്ചയായിട്ടും ഇവർ ആക്ച്വലി 2009 തന്നെ ഇവരുടെ ഈ പറഞ്ഞ വിജയമല്യ സ്വർണം പൂശിയ താഴെക്കൂടങ്ങൾ, നമ്മുടെ ക്ഷേത്രത്തിന്റെ 3 താഴെക്കൂടങ്ങൾ, മാളികപ്പുറത്തിന്റെ മേൽക്കൂരയൊക്കെ അവര് ഈ പങ്കജ് ഭണ്ഡാരി അവരുടെ ടീം തന്നെ, ഈ ഗോവർദ്ധൻ ടീം തന്നെയാണ് ആദ്യം തുടങ്ങുന്നത്. 2009 തന്നെ അവർ തുടങ്ങിയതാണ്. അപ്പോൾ പല കാര്യങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള ഇപ്പൊ ഈ ധാരപാലകപാളികളിലാണ് ഈ പിടി വീഴുന്നതേ ഉള്ളൂ. അതും രണ്ടാമത് പിന്നെയും അടുത്തൊരു അതിന്റെ ഒരു എപ്പിസോഡ് ആരംഭിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കാണ് പിടി വീണത്. അപ്പം അത് അദ്ദേഹത്തിന്റെ അറിവില്ലാതെ അവിടെ നടക്കത്തില്ല. കാര്യം ഇതൊരു കേവലം പേപ്പറിൽ എഴുതി കൊടുക്കുന്ന ഒരു സാങ്ഷൻ മാത്രമല്ല, അവരുടെ സാന്നിധ്യം വേണം. അവർ തന്നെ അത് ആദ്യം ഇളക്കണം, തിരിച്ചു വെക്കുമ്പോഴും അവർ തന്നെ പൂജിച്ച് ആദ്യത്തെ പീസ് വെക്കണം. അങ്ങനെയൊക്കെ കുറെ എന്താ പറയാ താന്ത്രികപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഉണ്ട്. അപ്പൊ ഇവർ കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയുന്നതിനകത്ത് ഒരർത്ഥവും ഇല്ല. പിന്നെ ഈ കേടായെന്നുള്ളതിന്റെ ആദ്യം ഒരു സാധനം കേടായി അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണമെന്നുള്ളതിന്റെ ആദ്യം അതിന്റെ അനുവാദം കൊടുക്കേണ്ട അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തിൽ നിന്നാണ് ആ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഒരു നിർമ്മാണ പ്രവർത്തനത്തിന്റെ. അത് യഥാർത്ഥത്തിൽ ഇവര് സ്പോൺസറിനെയോ അല്ലെ ഇതിന്റെ വിൽപ്പന ആൾക്കാരെയോ കണ്ടെത്തിയതിന് ശേഷമാണ് അവര് ഇങ്ങനൊരു കാര്യത്തിലേക്ക് മൂവ് ചെയ്തിരിക്കുന്നത്. കൊടിമരത്തിന്റെ കേസിലൊക്കെ നമുക്ക് വളരെ വ്യക്തമാണ്. കൊടിമരം എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന കൊടിമരം ഉറുമ്പരിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു ദേവപ്രശ്നമൊക്കെ വെപ്പിച്ചിട്ട് അത് ഇളക്കി അതിനകത്ത്. അപ്പം ആ ഒരു മോഷണത്തിന് വേണ്ടി മാത്രമാണ് ആ ഒരു ഇവന്റ് തന്നെ അവര് കാരണങ്ങൾ ഉണ്ടാക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലേ? തീർച്ചയായിട്ടും. നാണയം എറിഞ്ഞു കേടായി എന്നൊക്കെ പറയുന്ന പോലെ നാണയം എറിഞ്ഞ് സ്വർണം ഇതായി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരിക്കലും നമുക്കറിയാം, ചെരുവിലായിട്ട് ബന്ധപ്പെട്ടാലേ അവിടെ നിൽക്കുന്നോ അല്ലെ തൊഴുന്നവർക്കും അറിയാം. നമ്മൾ ഒരിക്കലും അയ്യപ്പന്റെ ദേഹത്തോട്ട് നാണയം വലിച്ചെറിയത്തില്ലല്ലോ. അപ്പൊ അതൊരു മണ്ടാരമുണ്ട്. അപ്പം അങ്ങനത്തെയൊക്കെ കേസുകൾ അപ്പൊ അത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം. മാത്രമല്ല അദ്ദേഹത്തിന്റെ ആദ്യത്തെ ബൈറ്റും ഒക്കെ സംശയാസ്പദമായ രീതിയിലുള്ള ബൈറ്റുകളാണ്. അത് പറഞ്ഞിരിക്കുന്നത് മേളിവശം പൂശിയത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ, താഴ്വശത്തെ കണ്ടിട്ടില്ല, അത് സ്വർണം പൂശിയോന്ന് ഉറപ്പില്ല. അങ്ങനെയൊക്കെയുള്ള ഈ കള്ളങ്ങൾ ഒളിപ്പിക്കാനുള്ള ഒരു ശ്രമം ആദ്യമേ നടന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഒരിക്കലും ഇവർ ഉദ്ദേശിച്ചിട്ടില്ല ഈ രീതിയിലേക്ക് എത്തുമെന്ന്. അതെന്തായാലും അയ്യപ്പൻ അങ്ങനെ എത്തിച്ചു. അതാണ് ഇതിലൊരു സാമ്പത്തിക ലാഭം ഉണ്ടാക്കി എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? കാരണം ഇതിലെ തൊണ്ടി മുതൽ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല. SIT അത്തരം അന്വേഷണങ്ങളിലേക്കൊക്കെ പലതവണ പോയിട്ടും തൊണ്ടി മുതൽ ഇപ്പോഴും കണ്ടെത്താൻ. അതെ, തൊണ്ടി മുതൽ എത്തണം ഇവർ തന്നെ വിചാരിച്ചാലേ കാര്യം. ഇവരിത് പൂജ ചെയ്തിരിക്കുന്നത്, അതായത് നമ്മൾ വിശ്വാസക്കൊള്ളയാണ് ഇത് നടന്നിരിക്കുന്നത്. വിശ്വാസക്കൊള്ളയായിട്ട് ബന്ധപ്പെട്ട് ഉറപ്പായിട്ടും ഈ തന്ത്രി കുടുംബത്തിന്റെ ഒരു ബാക്ക് അവർക്ക് വേണം. കാര്യം ഇതൊരു പൂജയുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെ വന്ന് മേടിക്കത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരാൾ വന്ന് മേടിക്കണേ തന്ത്രിയുമായിട്ട് അറിയാവുന്ന ആൾ തന്നെ ആയിരിക്കും അത് മേടിച്ചിരിക്കുന്നത്. അപ്പൊ അത് മുൻകൂട്ടി ഉറപ്പിച്ചിരിക്കുന്നതായിരിക്കണം. അപ്പൊ അതായത് നമ്മൾ ഇന്നൊരു സാധനം കൊണ്ടുവെക്കാം, ഇത് കൊണ്ടുവച്ചാൽ നിങ്ങളുടെ പ്രശ്നം തീരും, അങ്ങനെയൊക്കെ പറഞ്ഞ് മുൻകൂട്ടി ഉറപ്പിച്ചിട്ടായിരിക്കും അവരെ ഇളക്കിയിരിക്കുക. അപ്പം ആ ഒരു പൂജ നടന്നു അതിന് ശേഷമോ അതിന് മുമ്പ് ഉള്ള സമീപകാലത്തോ ഒക്കെ എവിടെയാണ് ഇവരുടെ പേഴ്സണൽ പൂജകൾ നടന്നിരിക്കുന്നത് അവിടെ അന്വേഷിക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ആ തൊണ്ടി മുതൽ കണ്ടെത്തുമെന്നാണ് എന്റെ വിശ്വാസം. കാര്യം അങ്ങനെയാണ് അന്വേഷണം പോകുന്നത്. അല്ലെ ഇപ്പൊ ഈ അറസ്റ്റിലേക്കൊക്കെ ഇപ്പൊ എത്രയെങ്കിലും SIT അതിന് വേണ്ട വിധത്തിലുള്ള ഒരു അവരുടെ ഒരു അന്വേഷണം അങ്ങനെ എത്തിയോണ്ടായിരിക്കുമല്ലോ, തെളിവുകളൊക്കെ കറക്റ്റായിട്ടുള്ള തെളിവുകൾ കിട്ടിയോണ്ടായിരിക്കുമല്ലോ അറസ്റ്റിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അതായിരിക്കാം ഒരുപക്ഷെ ഇത്രയും സമയം എടുത്തതും. കാരണം അന്വേഷണം തുടങ്ങി ഇത്രയും സമയം എടുത്തതും അങ്ങനെയാണ്. കാരണം പ്രധാനപ്പെട്ട കീ റോളിലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിന് തെളിവുകൾ വേണം. കാരണം ഇത് വിശ്വാസത്തിന്റെ കൂടി പ്രശ്നമാണ്. ഒരുപാട് ആളുകൾ താങ്കൾ ഈ പറഞ്ഞതുപോലെ വിശ്വാസക്കൊള്ളയാണ് നടന്നതെങ്കിൽ പോലും നിരവധി ആളുകൾ പുറത്തു നിന്നുള്ളവർ വരെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു കുടുംബം കൂടിയായിരുന്നു. അതുകൊണ്ട് അതെ മകരവിളക്ക് സംബന്ധിച്ച് മകരവിളക്കിന്റെ ജസ്റ്റ് ഒരു 3 ദിവസം 4 ദിവസം മുമ്പൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് എത്തണമെങ്കിൽ അതിന്റെ ആ ഒരു തീവ്രത നമ്മൾ മനസ്സിലാക്കണം. കാര്യം ഒരു ശക്തമായ തെളിവില്ലാതെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം വെച്ചാൽ മകരവിളക്ക് അമ്പലം തുറന്നിരിക്കുന്നു, അത്രമാത്രം ഒരു മഹത്തായ ദിവസത്തിനടുത്ത ഒരു സമയത്ത് തന്നെ ഇങ്ങനെ ഒരു അറസ്റ്റിലേക്കും കാര്യങ്ങൾ നീങ്ങണമെങ്കിൽ അത്ര ശക്തമായ തെളിവുകൾ ഉണ്ടായിരിക്കും, വളരെ പ്രത്യക്ഷമായ തെളിവുകൾ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. വളരെ നന്ദി ശ്രീ മഹേഷ് പണിക്കർ, ശില്പി. അദ്ദേഹമാണ് സംസാരിച്ചത്.